ആർ എസ് എസിന് ഏറ്റവും തുടക്കത്തിൽ തന്നെ ഏറ്റവും ശക്തമായ ശാഖാ സംവിധാനം ഉണ്ടായിട്ടുള്ള സംസ്ഥാനമാണ് കേരളം. അതേ കേരളത്തിൽ തന്നെയാണ് ആർ എസ് എസ് എന്തിനെയൊക്കെ എതിർക്കുന്നുവോ അതൊക്കെ ഏറ്റവും ശക്തമായി നിൽക്കുന്നത്. അതായത് കമ്മ്യൂണിസം, ക്രിസ്ത്യൻ ചർച്ച് മുതലായ ആർ എസ് എസ് എന്തിനെയൊക്കെ എതിർക്കുന്നോ അതൊക്കെ ഏറ്റവും ശക്തമായ സാമൂഹ്യ സാന്നിധ്യമായി നിൽക്കുന്നതും കേരളത്തിലാണ്. ഇങ്ങനൊരു വൈരുദ്ധ്യമുണ്ടെന്ന് നരേന്ദ്രമോദി ചൂണ്ടിക്കാണിച്ചതായി കരൺ താപ്പർ എഴുതുന്നുണ്ട്. എൻ്റെ ചോദ്യം, ഈ ശതാബ്ദി വർഷത്തിലും എന്തുകൊണ്ടാണ് കേരളത്തിൽ ആർ എസ് എസ് കുറച്ച് ദൂരേക്ക് മാറ്റി നിർത്തപ്പെട്ടിരിക്കുന്നത്? ഒരു വെറുക്കപ്പെട്ട പ്രസ്ഥാനം എന്ന ബ്രാൻഡിങ് എന്തുകൊണ്ടാണ് കേരളത്തിൽ ആർ എസ് എസിന് വരുന്നത്? ഇതുപോലെയുള്ള ഒരു വലിയ വേദിയിലേക്ക് എന്നെ ക്ഷണിച്ച മാതൃഭൂമിക്കും അഭിലാഷിനും ഒരുപാട് നന്ദി ഉണ്ട്. അത് ആദ്യമേ തന്നെ ഞാൻ രേഖപ്പെടുത്തട്ടെ. ഇവിടെ എനിക്ക് 3 പേരോട് മറുപടി പറയാനുണ്ട്. ഒന്ന്, ഇവിടെ 2 പേരും അഭിലാഷ് ഓർമ്മിപ്പിക്കുകയും ചെയ്തു, ചില വളരെ പ്രധാനമായ ചരിത്ര സന്ദർഭങ്ങളുടെ 100ാം വാർഷികമാണത് എന്നുള്ളത്. അതിൻ്റെ അകത്ത് എനിക്ക് ഒന്നുകൂടി ചേർക്കാനുണ്ട്. അത് വിട്ടുപോയതാകാം. എന്തായാലും ഭരണഘടനയൊക്കെയാണല്ലോ ഇവിടുത്തെ പ്രധാന വിഷയം. ഭരണഘടനയെ മരവിപ്പിച്ചുകൊണ്ട്, മൗലികാവകാശങ്ങളെ അടിച്ചമർത്തിക്കൊണ്ട്, പത്രമാരണ നിയമം നടപ്പാക്കിക്കൊണ്ട് ഈ രാജ്യത്തെ മുഴുവനും ഒരു ജയിലാക്കി മാറ്റിയ അടിയന്തരാവസ്ഥയുടെ 50ാം വാർഷികം കൂടിയാണിത്. ആ അടിയന്തരാവസ്ഥയുടെ 50ാം വാർഷിക വർഷത്തിൽ ഇരുന്നു കൊണ്ട് കോൺഗ്രസ് പാർട്ടി ഭരണഘടനയുടെ മഹത്വത്തെപ്പറ്റി പറയുന്നതിൻ്റെ അകത്ത് ഒരു ചരിത്രപരമായ കാവ്യനീതി കൂടിയുണ്ട് എന്ന് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഞാനൊന്ന് ഓർമ്മിപ്പിക്കുകയാണ്. പിന്നെ മറ്റൊന്ന്, ഈ 2025 ഹിന്ദുരാഷ്ട്രമായി പ്രഖ്യാപിക്കാൻ പോകുന്നു ആർ എസ് എസ് എന്നുള്ളൊരു നറേറ്റീവാണ് ഇവിടെ പറഞ്ഞതും ഇവിടെ കുറച്ച് കാലമായിട്ട് ബിൽഡ് ചെയ്യുന്നതും. ഞാൻ ആദ്യമേ പറയട്ടെ, ഈ രാജ്യത്തെ, ഭാരതത്തെ ഹിന്ദുരാഷ്ട്രമാക്കുക എന്നുള്ളത് ആർ എസ് എസിൻ്റെ ലക്ഷ്യമല്ല. ആർ എസ് എസിൻ്റെ കാഴ്ചപ്പാട് ഇത് ഹിന്ദുരാഷ്ട്രമാണ് എന്നുള്ളതാണ്. ഉള്ള ഒരു ഹിന്ദുരാഷ്ട്രം അത് അംഗീകരിച്ചാലും ഇല്ലെങ്കിൽ, ഇതിൻ്റെ അകത്ത് നമുക്ക് ഡിബേറ്റബിളാണ് ഈ പോയിൻ്റൊക്കെ. അംഗീകരിക്കാം, എതിർക്കാം, നമുക്ക് സംസാരിക്കാം, ഒക്കെ ചെയ്യാം. പക്ഷേ കൃത്യമായ ആർ എസ് എസിൻ്റെ കാഴ്ചപ്പാട് ഇത് ഹിന്ദുരാഷ്ട്രമാക്കേണ്ട കാര്യമൊന്നുമില്ല, ഇത് ഹിന്ദുരാഷ്ട്രമാണ്. അതുകൊണ്ട് തന്നെ ഹിന്ദുരാഷ്ട്ര സ്ഥാപനം എന്നുള്ളത് ഒരു വിഷയമേ അല്ല. വളരെ ക്ലിയറാണത്. പിന്നെ അഭിലാഷ് ചോദിച്ച ചോദ്യം, ആർ എസ് എസ് കേരളത്തിൽ ആരംഭിക്കുന്നത് 1942-ലാണ്. അതായത് സംഘസ്ഥാപകൻ്റെ മരണശേഷം, ഡോക്ടർ ഹെഡ്ഗേവാർ മരിച്ച് 2 വർഷം കഴിഞ്ഞതിന് ശേഷമാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ ആരും ഡോക്ടർ ഹെഡ്ഗേവാറിനെ കണ്ടിട്ടില്ല. 1942 അദ്ദേഹം 40-ൽ മരിച്ചു. അതിനുശേഷം ഇത്രയും കാലം ഇന്ന് ഈ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ സംഘശാഖകളുള്ള ഒരു സ്ഥലമാണ് കേരളം. പിന്നെ ഈ താങ്കൾ ഈ പറഞ്ഞത് ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയവുമായിട്ട് മാത്രം ബന്ധപ്പെടുത്തിക്കൊണ്ടാണെന്ന് തോന്നുന്നു. വെറുക്കപ്പെട്ട് മാറ്റി നിർത്തിയിരിക്കുന്നു, അല്ലെങ്കിൽ നിയമസഭയിൽ പ്രാതിനിധ്യമില്ല, അല്ലെങ്കിൽ ഭരണത്തിലേക്ക് വരുന്നില്ല, മറ്റു പലയിടത്തും ആ രീതിയിൽ വളർന്നതുപോലെ കേരളത്തിൽ വളർന്നില്ല, അങ്ങനെയുള്ളൊരു കാഴ്ചപ്പാടിലാണെന്ന് തോന്നുന്നു താങ്കളിത് പറഞ്ഞത്. നോക്കൂ, രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ, ഞാൻ ആദ്യം പറയട്ടെ, ഞാനിവിടെ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ പ്രതിനിധിയായിട്ടല്ല ഇരിക്കുന്നത്. ആ സംഘടന എന്നെ ആ ചുമതല ഏൽപ്പിച്ചിട്ടില്ല. എന്നാൽ എൻ്റെ കാഴ്ചപ്പാടും ചിന്താഗതികളുമൊക്കെ വളരെ ക്ലിയറുമാണത്. അബ്സല്യൂട്ട്, ഐ ആം എ സ്വയംസേവക് ടു ദ കോർ. പക്ഷേ എന്നെ ആ സംഘടന ഈ ചുമതല ഏൽപ്പിച്ചിട്ടില്ലാത്തതുകൊണ്ട് ഞാനിവിടെ ആർ എസ് എസിൻ്റെ പ്രതിനിധിയായിട്ടല്ല ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അപ്പം ഇവിടെ നോക്കൂ, ഈ കേരളത്തിൽ ഇന്ന് ഈ പ്രൈമറി തലം വരെയുള്ള സ്കൂളുകൾ, അതായത് 10ാം ക്ലാസ് വരെയുള്ള സ്കൂളുകൾ, ഗവൺമെൻറ് കഴിഞ്ഞാൽ ഏറ്റവും അധികം സ്കൂളുകൾ നടത്തുന്ന ആരാന്നറിയോ? ഭാരതീയ വിദ്യാനികേതനാണ്. അതായത് LKG തലം മുതൽ +2 തലം വരെയുള്ളത്. എതിർക്കാം, അനുകൂലിക്കാം, അത് വേറെ കാര്യം. പക്ഷേ കേരളത്തിലെ എണ്ണം പറഞ്ഞ ഏറ്റവും ശക്തമായ നെറ്റ്വർക്കുള്ള സന്നദ്ധ സംഘടനയാണ് സേവാഭാരതി. ആർക്കും നിഷേധിക്കാൻ കഴിയുന്ന കാര്യമല്ല. അങ്ങനെ ഓരോ മേഖല, ഇപ്പോൾ BMS ആയിക്കോട്ടെ, ഓരോ മേഖലയിലും
RSSന്റെ ആശയം ഉൾക്കൊള്ളുന്ന സംഘടനകൾ വളരെ അതിശക്തമായി, അതായത് കേരളത്തിൽ RSSന് ഒരു അസ്പർശ്യത ഇല്ല. അതായത് പറഞ്ഞില്ല, അതിലൊന്ന് മാത്രമാണ് ഈ ഒരുപാട് മേഖലകളിൽ ഒന്ന് മാത്രമാണ് രാഷ്ട്രീയം എന്ന് പറയുന്നത്, പൊളിറ്റിക്സ് എന്ന് പറയുന്നത്. ശരി, ഇനിയിപ്പോ താങ്കളിൽ നിന്ന് തുടങ്ങി, കാരണം അവർക്ക് RSSനെ കുറിച്ചുള്ള വിമർശനങ്ങൾ ധാരാളം ഉണ്ടാവും. ഞാൻ ഒന്നുകൂടെ ജസ്റ്റ് ഒന്ന് കംപ്ലീറ്റ് ചെയ്തോട്ടെ. അതായത് ഇപ്പോൾ ഇവിടെ 100 വർഷം കോൺഗ്രസിൻ്റെ മഹാത്മാഗാന്ധി അവരോധിക്കപ്പെട്ടതിൻ്റെ 100 വർഷത്തിനെ പറ്റി പറഞ്ഞു. കോൺഗ്രസ് അതിനു മുമ്പാണ് സ്ഥാപിക്കപ്പെട്ടത്. അതേപോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും. ഈ 100 വർഷം എന്ന് പറയുന്നത് ഒരു നൂറ്റാണ്ടാണ്. ആ 100 വർഷം എന്ന് പറയുന്നത് ഒരു രാജ്യത്തിൻ്റെ ചരിത്രത്തിലെ അത്ര ചെറിയ കാലമൊന്നുമല്ല. ഈ 100 വർഷത്തിനെ പരിശോധിക്കുമ്പോൾ ഈ 100 വർഷം മുമ്പ് കോൺഗ്രസ് എവിടെ നിൽക്കുന്നു, കമ്മ്യൂണിസ്റ്റ് പാർട്ടി എവിടെ നിൽക്കുന്നു, RSS എവിടെ നിൽക്കുന്നു, ഇതിന് വന്ന അതാണ് കാലമാണ് എല്ലാത്തിൻ്റെ ലോകത്തിലെ ഏറ്റവും വലിയ ന്യായാധിപൻ എന്ന് പറയുന്നത്. കാലമാണ് നമ്മുടെ മുമ്പിൽ ഇങ്ങനെ തെളിഞ്ഞു നിൽക്കുകയാണ്. ഇവിടെ നമുക്ക് പ്രത്യേകിച്ച് വിശദീകരണത്തിൻ്റെ ഒന്നും ആവശ്യമില്ല, നമ്മുടെ കൺമുമ്പിൽ ഇങ്ങനെ കാണുകയാണ്. 1971 വരെ 70-കൾ വരെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടിയായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി. പ്രധാന പ്രതിപക്ഷ പാർട്ടിയായിരുന്നു 70-കൾ വരെ. ഇന്ന് അവരെവിടെ നിൽക്കുന്നു? അതായത് രാഷ്ട്രീയ അധികാരം നേടി എന്നുള്ളതാണ് താങ്കൾ സൂചിപ്പിക്കുന്നത്. അതൊരു പ്രധാന ഘട്ടമാണ്, അതുകൊണ്ട് അവസാനിക്കുന്നതല്ല. ശരി, ഇനിയിപ്പോൾ നമ്മളിപ്പോൾ ചോദ്യങ്ങളിലേക്ക് കടന്നാൽ, ഇപ്പോൾ താങ്കൾ പറഞ്ഞു കേരളത്തിൽ അസ്പർശ്യത ഇല്ല എന്ന്. ഇപ്പോൾ ഈ ഒരു നൂറ്റാണ്ട് കാലം എന്ന് പറയുമ്പോൾ ചരിത്രത്തിലെ നിരവധി ബാഗേജുകളുണ്ട്. ഇപ്പോൾ താങ്കൾ നേരത്തെ ഭരണഘടനയെക്കുറിച്ച് പറഞ്ഞു. ഭരണഘടന പ്രസിദ്ധീകരിക്കപ്പെട്ടപ്പോൾ ഇതിൽ ഭാരതീയമായി ഒന്നുമില്ല എന്നാണ് മാധവ സദാശിവ ഗോൾവാൾക്കർ, അന്നത്തെ സർസംഘചാലക്, എടുത്തിട്ടുള്ള നിലപാട്. ദേശീയ പതാകയോടും അതേ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. തുടർന്ന് ഇങ്ങോട്ട് പല ഘട്ടങ്ങളിലും ഗാന്ധി വധത്തെ തുടർന്ന് നിരോധിക്കപ്പെട്ട സംഘടനയാണ് RSS. പിന്നീട് അടിയന്തരാവസ്ഥ കാലത്ത് നിരോധിക്കപ്പെട്ട സംഘടനയാണ് RSS. അങ്ങനെ ഈ ചരിത്രത്തിലെ തെറ്റുകളും കുഴപ്പങ്ങളുമൊക്കെ നേരത്തെ പറഞ്ഞ അസ്വീകാര്യത എന്ന ഘടകമുണ്ടല്ലോ. അപ്പോൾ പൊളിറ്റിക്കലി കോൺഷ്യസ് ആയ ഒരു സമൂഹത്തിൽ ചരിത്രത്തിലെ ഈ ബാഗേജുകളൊക്കെ RSSന് വലിയ ഭാരമാണ് എന്ന് തോന്നുന്നുണ്ടോ? ഇല്ല. എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കൃത്യമാണ് RSSൻ്റെ ഓരോ ഘട്ടത്തിലെയും നിലപാടുകളുടെ കാര്യം. താങ്കൾ ഭരണഘടനയുടെ കാര്യം പറഞ്ഞു. ഭരണഘടനാ നിർമ്മാണ വേളയിലും ആ സമയത്ത് നടക്കുന്ന ചർച്ചകളിൽ, ആ സമയത്ത് നടക്കുന്ന ഡിസ്കോഴ്സുകളിൽ എല്ലാ തരത്തിലുള്ള അഭിപ്രായങ്ങൾക്കും പ്രാധാന്യമുണ്ട്. അതിൻ്റെ അകത്ത് വിമർശനങ്ങളുണ്ടാകും, അതിൻ്റെ അകത്ത് അനുകൂലിച്ചുണ്ടാകും, എല്ലാം ഉണ്ടാകും. അതിൻ്റെ ഭാഗമായിട്ട് വ്യാപകമായി രാജ്യം മുഴുവനും ചർച്ചകൾ നടന്നിട്ടുണ്ട്. അതുമാത്രമല്ല, ഭരണഘടനയിൽ തന്നെ ഭരണഘടനയിലെ നമുക്ക് സ്വീകാര്യമല്ലാത്ത അല്ലെങ്കിൽ കാലത്തിനനുസരിച്ച് വരേണ്ട മാറ്റങ്ങൾ എങ്ങനെ മാറ്റം വരുത്തണമെന്നുള്ള വ്യവസ്ഥയും ഭരണഘടനയിലുണ്ട്. നമ്മുടെ ഭരണഘടന ഡിബേറ്റബിളാണ്. അതുകൊണ്ടാണല്ലോ എത്ര അമെൻമെന്റ്സ് ഭരണഘടനയിലുണ്ടായി. അതുണ്ടായെങ്കിലും ഇപ്പോൾ നമ്മൾ അതിനെ ഒന്ന് സമകാലികമാക്കിയാൽ ഭരണഘടന ഇല്ലാതാവുമെന്ന ഭയം മനുഷ്യരെ സംബന്ധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ തവണ എല്ലാവരും വിചാരിച്ചിരുന്നത്, എനിക്ക് തോന്നുന്നു കോൺഗ്രസ് പാർട്ടി പോലും വിചാരിച്ചിരുന്നത് BJP തനിച്ച് ഭൂരിപക്ഷം നേടുകയും 400 പാർ ഏറെക്കുറെ സാധ്യമാവുകയും ചെയ്യുമെന്നാണ്. പക്ഷേ 240 സീറ്റിലേക്ക് അബ്സല്യൂട്ട് മെജോറിറ്റി കിട്ടാതെ BJP താഴേക്ക് പോകുന്നത് കണ്ടു. അതിൻ്റെ സെൻട്രൽ നറേറ്റീവ് എന്ന് പറയുന്നത് എന്തായിരുന്നു? സംവിധാൻ ഖത്രേ മേം ഹേ എന്ന് ഇന്ത്യയിലെ പാവപ്പെട്ട മനുഷ്യർ, പ്രത്യേകിച്ച് ദളിതർ, പിന്നോക്കക്കാരൊക്കെ വിചാരിച്ചു. അപ്പോൾ RSSന്റെ രാഷ്ട്രീയ അധികാരം അബ്സല്യൂട്ട് ആവുകയാണെങ്കിൽ ഇന്ത്യൻ ഭരണഘടന ഇല്ലാതാകുമെന്ന ഭയത്താൽ കാലങ്ങളായി വോട്ട് ചെയ്തിരുന്ന സാധാരണ മനുഷ്യർ പോലും BJP റിജക്ട് ചെയ്യുന്നത് ഉത്തർപ്രദേശിൽ പോലും നമ്മൾ കണ്ടു. അപ്പോൾ സംവിധാനത്തെ തൊട്ടാൽ, ഭരണഘടനയെ തൊട്ടാൽ അപകടമാണ് എന്നൊരു തിരിച്ചറിവ് നമ്മൾ ഇതിനെ സമകാലികമാക്കിയാൽ ഇപ്പോൾ അങ്ങേക്ക് ഇവിടെ ഇരുന്ന് തോന്നുന്നുണ്ടോ? ഒരു കാര്യം, 2019 ഇലക്ഷനിൽ BJPക്കും സഖ്യകക്ഷികൾക്കും കൂടെ എത്ര വലിയ ഹ്യൂജ് മെജോറിറ്റി ആയിരുന്നു ഉണ്ടായിരുന്നത്. ഭരണഘടന മാറ്റാനോ അല്ലെങ്കിൽ ഈ രീതിയിലുള്ള ഭയപ്പാടിന് സ്ഥാനമുണ്ടായിരുന്നെങ്കിൽ എന്തെല്ലാം ചെയ്യാമായിരുന്നു? ഒന്നും ചെയ്തിട്ടില്ലല്ലോ, ഒന്നും ചെയ്യില്ല. അതെന്ന് പറഞ്ഞല്ലോ ഈ എതിർക്കാൻ വേണ്ടിയുള്ള എതിർപ്പുണ്ടല്ലോ, അതിനു വേണ്ടിയുള്ള കാരണങ്ങൾ കണ്ടുപിടിച്ച് അതിൻ്റെ മുകളിലൊരു നറേറ്റീവ് സൃഷ്ടിച്ച് സമൂഹത്തിലൊരു ഭയപ്പാടുണ്ടാക്കുക എന്നുള്ളതല്ലാതെ അതിൻ്റെ അകത്ത്, ആ പ്രചരണത്തിൻ്റെ അകത്ത് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, യാതൊരു കാര്യമില്ല. ഞാൻ അതല്ല പറഞ്ഞു, ഏറ്റവും രസം ഇവിടെ ഭരണഘടനയെ ഏറ്റവും അധികം തവണ മലിനീകരിച്ചത് ആരാണ്? ഒന്ന് ആലോചിച്ച് നോക്കൂ. എത്ര തവണ, അതായത് 67 മുതൽ 77 വരെ എത്ര സർക്കാരുകളെയാണ് ഇന്ദിരാഗാന്ധി പിരിച്ചുവിട്ടിട്ടുള്ളത് ഭരണഘടനയുടെ വകുപ്പുകൾ ഉപയോഗിച്ചുകൊണ്ട്? അതിലെ ഏറ്റവും വലിയ രക്തസാക്ഷി, ആദ്യത്തെ രക്തസാക്ഷി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്, കേരളത്തിലെ EMS സർക്കാരാണ്, അല്ലേ? ഇനി ഒരു കാര്യം കൂടെ പറയട്ടെ, ഒരു ചരിത്രം കൂടെ ഞാൻ ഓർമ്മിക്കുകയാണ്. 57-ലെ EMS സർക്കാരിനെ പിരിച്ചുവിട്ടപ്പോൾ അതിനെതിരെ ശബ്ദിച്ച 2 പേരെ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടി മറക്കരുത്. അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്നവരെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അതിലൊരാളുടെ പേര് മാധവ സദാശിവ ഗോൾവൽക്കർ എന്നും മറ്റൊരാളുടെ പേര് വിനായക ദാമോദര സവർക്കർ എന്നുമായിരുന്നു.